എന്നാൽ ആ കൊട്ടാരത്തിൻ്റെ അവശേഷിപ്പുകൾ ഇന്നും അവിടെ സംരക്ഷിച്ചിട്ടുണ്ട്. അതിൻ്റെയൊക്കെ ചരിത്രം അവിടെ രേഖപ്പെടുത്തി വച്ചിരിക്കുന്നു. റോമൻ ഭരണത്തിൻ്റെ കീഴിൽ ഗവർണറായി അദ്ദേഹം ഇവിടെ ഭരിച്ചിരുന്നു എന്നൊക്കെ ചരിത്രത്തിൻ്റെ ഭാഗം തന്നെയാണ്. പെസഹ വ്യാഴം എന്നറിയപ്പെടുന്ന ആ വ്യാഴാഴ്ച രാത്രി അവസാനത്തെ അത്താഴവും ശിഷ്യന്മാർക്കൊപ്പം കഴിച്ച യേശു അത് കഴിച്ചത് നഗരത്തിൻ്റെ അവസാനത്തെ അത്താഴം യേശു കഴിച്ചത് നഗരത്തിൻ്റെ പടിഞ്ഞാറ് ഭാഗത്ത്, അതായത് സമ്പന്നരൊക്കെ വസിക്കുന്ന പ്രദേശമായിരുന്നു. ഇന്നത്തെ ജൂത ക്വാർട്ടർ ഇരിക്കുന്ന ഭാഗത്ത് തന്നെയാണ് പണ്ട് കാലത്ത് ജെറുസലേമിലെ സമ്പന്നർ വസിച്ചിരുന്ന പ്രദേശം. അത് പടിഞ്ഞാറ് ഭാഗത്താണ്. ആ ഭാഗത്താണ് പ്രധാന പുരോഹിതൻ്റെ കൊട്ടാരവും ഒക്കെ ഉണ്ടായിരുന്നത്. അപ്പോൾ അതിന് സമീപത്ത് പ്രധാന പുരോഹിതൻ്റെ കൊട്ടാരത്തോട് ചേർന്ന് തന്നെ, കയ്യാഫാസിൻ്റെ കൊട്ടാരത്തിനോട് ചേർന്ന് തന്നെയാണ് ശരിക്ക് യേശുവിൻ്റെ അവസാന അത്താഴം കഴിച്ച കെട്ടിടം ഉണ്ടായിരുന്നത്. അവിടെ നിന്ന് നഗരത്തിന് പുറത്തേക്ക് വന്ന് കിഴക്കോട്ട് സഞ്ചരിച്ച് ഒലിവ് മലയുടെ താഴ്വാരത്തുള്ള ഗെത്സമേൻ തോട്ടത്തിലാണ് രാത്രി മുഴുവൻ യേശു ശിഷ്യന്മാരും കഴിച്ചു കൂട്ടിയത്. അതായത് യേശുവിന് ഒരു ഭയമുണ്ടായിരുന്നു, അല്ലെങ്കിൽ യേശു പ്രതീക്ഷിച്ചിരുന്നു താമസിയാതെ താൻ റോമൻ പടയാളികളുടെ പിടിയിലാവും, ഇവിടെ താൻ വിചാരണ നേരിടേണ്ടി വരുമെന്ന്. അതുകൊണ്ട് യേശു ശിഷ്യന്മാരുമായിട്ട് നഗരത്തിന് പുറത്ത്, കോട്ടയ്ക്ക് പുറത്തുള്ള ഈ ഗെത്സമേൻ തോട്ടത്തിൽ രാത്രി പോയി പ്രാർത്ഥനയിൽ മുഴുകുകയായിരുന്നു. എന്നാൽ ശിഷ്യന്മാർ അത്താഴമൊക്കെ കഴിച്ച് പലരും ഇതിൻ്റെ ഗൗരവം പൂർണ്ണമായി ഉൾക്കൊള്ളാതെ മയക്കത്തിലേക്ക് വീഴുകയും ഉറങ്ങിപ്പോവുകയും ചെയ്തതായിട്ട് ബൈബിളിൽ അങ്ങനെ സംഭവങ്ങൾ വിവരിക്കുന്നുണ്ട്. ഈ ഗെത്സമേൻ തോട്ടത്തിൽ വെച്ച് യൂദാസ് റോമൻ പടയാളികൾക്ക് യേശുവിനെ ഒറ്റുകൊടുക്കുന്നു. റോമൻ പടയാളികൾ പുലർച്ചെ 2 മണിക്കാണ് യേശുവിനെ അറസ്റ്റ് ചെയ്യുന്നത്. അറസ്റ്റ് ചെയ്തതോടുകൂടി ശിഷ്യന്മാരും ആകെ അങ്കലാപ്പിലായി. ആ സമയത്ത് എന്ത് ചെയ്യണമെന്ന് അവർക്കറിയത്തില്ലെന്നായി. ഇരുട്ടാണ്, പന്തമൊക്കെ കത്തിച്ചാണ് ഈ പടയാളികൾ വരുന്നത്. അവർ യേശുവിനെ പിടിച്ചു കെട്ടി ഗെത്സമേൻ തോട്ടത്തിൻ്റെ അവിടെ നിന്ന് നഗരത്തിൻ്റെ പടിഞ്ഞാറ് ഭാഗത്തേക്ക് കൊണ്ടുപോവുകയാണ്. അവിടെ അന്നാസ് എന്ന് പറയുന്ന ഒരു പുരോഹിതനുണ്ട്, പ്രധാന പുരോഹിതനായിരുന്നു. അദ്ദേഹം ഇതിന് മുമ്പത്തെ, അതായത് ആ സമയത്തുള്ളതിന് മുൻപുള്ള തൊട്ട് മുമ്പത്തെ പ്രധാന പുരോഹിതനാണ്. അപ്പോൾ അദ്ദേഹം ആയിരുന്നു ഇതിൻ്റെ ഒരു സൂത്രധാരൻ എന്ന് വേണമെങ്കിൽ പറയാം. അദ്ദേഹത്തിൻ്റെ കൊട്ടാരത്തിലേക്കാണ് ഈ പുലർകാലത്ത്, ഈ 2 മണി കഴിഞ്ഞ സമയത്ത് യേശുവിനെ കൂട്ടിക്കൊണ്ടു പോകുന്നത്. ഈ അന്നാസ് യേശുവിനോട് ചില ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. യേശു അതിനെന്തൊക്കെയോ മറുപടികൾ പറയുന്നുണ്ട്. പട്ടാളക്കാർ യേശുവിനെ അവിടെ വെച്ച് മർദ്ദിക്കുന്നുണ്ട്. ഈ അന്നാസ് കയ്യാഫാസിൻ്റെ അടുത്തേക്ക് വിടുന്നു. ഈ അന്നാസിൻ്റെയും കയ്യാഫാസിൻ്റെയും കൊട്ടാരങ്ങൾ, വീടുകൾ അടുത്തടുത്താണ്, വളരെ അടുത്ത് തന്നെയാണ്. അതായത് 2-3 വീടിനപ്പുറത്തേ ഉള്ളൂ കയ്യാഫാസിൻ്റെ വീട്. ഇതൊക്കെ ജെറുസലേമിൻ്റെ മാപ്പിൽ നമുക്ക് കൃത്യമായിട്ട് കാണാം. ഈ സ്ഥലങ്ങളൊക്കെ ഇന്നും മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഏതാണ്ട് ഒരു പുലർച്ചെ 3 മണിയോടുകൂടി അന്നാസ് യേശുവിനെ കയ്യാഫാസിൻ്റെ അടുത്തേക്ക് അയക്കുന്നു. അങ്ങനെ പുലർകാലത്ത് കയ്യാഫാസിനെ വിളിച്ചെഴുന്നേൽപ്പിച്ച് യേശുവിനെ അദ്ദേഹത്തിന് മുന്നിൽ ഹാജരാക്കുന്നു. ഈ കാലഘട്ടത്തിൽ കയ്യാഫാസ് ആയിരുന്നു യഹൂദരുടെ മുഖ്യപുരോഹിതൻ. മുഖ്യപുരോഹിതൻ എന്ന് പറഞ്ഞാൽ ആ സമുദായത്തിൻ്റെ ആത്മീയ ആചാര്യൻ എന്ന് വേണേൽ പറയാം. ഈ ആത്മീയ ആചാര്യന് യഹൂദ സമുദായത്തിൽ വലിയ പ്രാധാന്യമുണ്ടായിരുന്നു, അധികാരങ്ങളുണ്ടായിരുന്നു. റോമ ആണ് ഇവിടെ ഭരിക്കുന്നതെങ്കിലും യഹൂദരെ യഥാർത്ഥത്തിൽ നയിച്ചിരുന്നത്, നിയന്ത്രിച്ചിരുന്നത്, മതപരമായി അവരെ ചിട്ടപ്പെടുത്തിയിരുന്നത് ഒക്കെ ഈ കയ്യാഫാസ് എന്ന പ്രധാന പുരോഹിതനായിരുന്നു. കയ്യാഫാസോ അല്ലെങ്കിൽ ആരാണോ പ്രധാന പുരോഹിതൻ അദ്ദേഹമായിരുന്നു. ആ കാലഘട്ടത്തിൽ കയ്യാഫാസ് ആയിരുന്നു പ്രധാന പുരോഹിതൻ. അപ്പോൾ യേശു ദൈവത്തിൻ്റെ പുത്രനാണ് എന്നവകാശപ്പെടുന്നു, മിശിഹായാണ് എന്നവകാശപ്പെടുന്നു, യഹൂദരുടെ രക്ഷകനാണ് എന്നവകാശപ്പെടുന്നു എന്നത് തീർച്ചയായും മതപുരോഹിതന്മാർക്ക്, മതത്തിൻ്റെ പരമ്പരാഗത വിശ്വാസങ്ങളെ സംരക്ഷിക്കുന്ന ആളുകൾക്ക് ഒരു വലിയ തിന്മയും തെറ്റുമായി ശിക്ഷിക്കപ്പെടേണ്ട ഒരു തെറ്റായി തോന്നുക സ്വാഭാവികമാണ്. അങ്ങനെയാണ് കയ്യാഫാസിൻ്റെ അടുത്തേക്ക് യേശു എത്തിക്കപ്പെടുന്നത്. പ്രധാന പുരോഹിതൻ കയ്യാഫാസ് ആയിരുന്നെങ്കിലും സാൻഹെദ്രിൻ എന്ന് പറയുന്ന ഒരു പുരോഹിത സഭ ആണ് ശരിക്കും ഭരണകാര്യങ്ങളിൽ തീരുമാനങ്ങളെടുത്തിരുന്നത്, നിർണായക തീരുമാനങ്ങളെടുത്തിരുന്നത്. അപ്പോൾ കയ്യാഫാസിൻ്റെ കൊട്ടാരത്തിൽ എത്തിയ യേശുവിനെ കയ്യാഫാസ് ചോദ്യം ചെയ്യുന്നുണ്ട്. പട്ടാളക്കാർ യേശുവിനെ അതിനിടയ്ക്കെല്ലാം മർദ്ദിക്കുന്നുണ്ട്. അതിനിടയ്ക്ക് പത്രോസിനെ പിടികൂടുന്നുണ്ട്. പത്രോസ് 2 വെച്ചും, അന്നാസിൻ്റെ കൊട്ടാരത്തിൽ വെച്ചും കയ്യാഫാസിൻ്റെ വീട്ടിൽ വെച്ചും യേശുവിനെ അറിയില്ല, ഇതാരാന്ന് പോലും ഞങ്ങൾക്കറിയില്ല എന്നുള്ള മട്ടിൽ സംസാരിക്കുന്നുണ്ട്, തള്ളിപ്പറയുന്നുണ്ട്. ഇതൊക്കെ സംഭവിക്കുന്നുണ്ട് ഈ സമയമായപ്പോഴേക്കും. അപ്പോൾ കയ്യാഫാസ് തീരുമാനിച്ചു, സാൻഹെദ്രിൻ എന്ന് പറയുന്ന പുരോഹിത സഭ തീരുമാനം എടുക്കട്ടെ യേശുവിൻ്റെ കാര്യത്തിൽ. ഞാനൊരു തീരുമാനം എടുക്കണ്ട, അങ്ങോട്ട് വിട്ടേക്കാം. തീരുമാനം എടുക്കണ്ട എന്നുള്ളതല്ല, അവരെ കൊണ്ട് തീരുമാനം എടുപ്പിക്കാമെന്ന് തീരുമാനിച്ചു. പക്ഷേ അത് നേരം പുലർന്നു കഴിഞ്ഞേ ഈ സാൻഹെദ്രിൻ ഒത്തുചേരുകയുള്ളൂ. അത്
ജെറുസലേം ദേവാലയത്തിൽ വെച്ചാണ് ഇത് ഒത്തുചേരുക. അപ്പം നേരം പുലരാൻ വേണ്ടി യേശുവിനെ അവിടെ കാത്തു നിർത്തി. പുലർച്ചെ ഏതാണ്ട് ഒരു 5:30 വരെ, ഈ 3 മണിക്ക് ശേഷം കയ്യാഫാസിൻ്റെ വീട്ടിലെത്തുന്ന യേശു പുലർച്ചെ ഒരു 5:30 വരെ ഈ കയ്യാഫാസിൻ്റെ വീട്ടുമുറ്റത്ത് കാത്തു നിൽക്കേണ്ടി വരുന്നു. ഈ സമയമൊക്കെ യേശുവിനെ ഈ പടയാളികൾ മർദ്ദിക്കുന്നുണ്ട്, ക്രൂരമായി പീഡിപ്പിക്കുന്നുണ്ട്. ഇതിൻ്റെ ഒരു സമയമാണ് ഈ പുലർകാലം മുഴുവൻ. പുലർച്ചെ 5:15 കഴിഞ്ഞപ്പോഴേക്കും, 5 മണി കഴിഞ്ഞ സമയമായപ്പോഴേക്കും, നേരം പയ്യെ പുലർന്നു വരുന്ന സമയമായപ്പോഴേക്കും കയ്യാഫാസിൻ്റെ കൊട്ടാരത്തിൽ നിന്ന് ജെറുസലേം ദേവാലയത്തിലേക്ക് വീണ്ടും അല്പം കിഴക്കോട്ട് സഞ്ചരിക്കണം. നമുക്കറിയാം, അവിടേക്ക് സഞ്ചരിച്ച് ജെറുസലേം ദേവാലയത്തിലേക്ക് യേശുവിനെ കൊണ്ടുപോകുന്നു. ജെറുസലേം നഗരം തന്നെ ഏതാണ്ട് 1 കിലോമീറ്റർ പരമാവധി നീളവും 1/2 കിലോമീറ്റർ വീതിയുമുള്ള കോട്ടയ്ക്കുള്ളിൽ ഒരു നഗരമാണ്. അപ്പോൾ ഇതിനകത്തെ ഓരോരോ സ്ഥലങ്ങളാണ് ജെറുസലേം ദേവാലയം. ടെമ്പിൾ മൗണ്ട് എന്ന് പറയപ്പെടുന്ന ഭാഗത്ത് ജെറുസലേം ദേവാലയം. ഇന്ന് ആ ഭാഗത്താണ് ഡോം ഓഫ് ദ റോക്ക് ഇരിക്കുന്നത് എന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. അവിടെയായിരുന്നു ജെറുസലേം ദേവാലയം പഴയ മാപ്പുകളിലൊക്കെ കാണുന്നത്. അപ്പോൾ അവിടേക്കാണ് കൊണ്ടുപോകേണ്ടത്. അപ്പോൾ ഇത് തമ്മിൽ കഷ്ടിച്ച് 1/2 കിലോമീറ്ററിൻ്റെ ദൂരമേ ഉള്ളൂ, അല്ലെങ്കിൽ ഒരു 250 മീറ്ററൊക്കെ ദൂരമേ ഉള്ളൂ, 1/4 കിലോമീറ്റർ ദൂരം. അവിടേക്ക് കൊണ്ടുചെല്ലുന്നു. 5:15 അവിടെ നിന്ന് കൊണ്ടുപോയി ഈ ജെറുസലേം ദേവാലയത്തിലെ സാൻഹെദ്രിൻ എന്ന സഭ ചേരുന്നു. യേശു ദൈവത്തിൻ്റെ പുത്രനാണെന്ന് പ്രഖ്യാപിച്ചതായി കുറ്റം ആരോപിക്കുന്നു, കുറ്റം വിധിക്കുന്നു, ശിക്ഷിക്കാൻ തീരുമാനിക്കുന്നു. പക്ഷേ കുറ്റം വിധിക്കാനേ ഈ സാൻഹെദ്രിന് അധികാരമുള്ളൂ. ശിക്ഷ നടപ്പാക്കേണ്ടത് ഭരണാധികാരികൾ ആണ്. അതായത് റോമിൻ്റെ ഗവർണറായ പീലാത്തോസിനെ അതിന് സാധ്യതയുള്ളൂ, അതിനുള്ള അധികാരമുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഇവർ പറഞ്ഞു, ഇയാൾ തെറ്റ് ചെയ്തിരിക്കുന്നു, ഇയാളെ ശിക്ഷിക്കണം, ഇയാളെ കൊല്ലണം, കുരിശിൽ തറച്ച് കൊല്ലണം. അപ്പോൾ സാൻഹെദ്രിൻ്റെ വിധി വന്നു കഴിഞ്ഞു, ഇയാളെ ശിക്ഷിച്ചേ പറ്റൂ. അങ്ങനെ യേശുവിനെ വീണ്ടും അവിടെ നിന്ന് പീലാത്തോസിൻ്റെ കൊട്ടാരത്തിലേക്ക് കൊണ്ടുപോകുന്നു. പീലാത്തോസിൻ്റെ കൊട്ടാരം ഈ ടെമ്പിൾ മൗണ്ടിൻ്റെ കിഴക്ക് ഭാഗത്താണ്. വീണ്ടും കിഴക്കോട്ട് യാത്ര ചെയ്യണം. അങ്ങനെ ടെമ്പിൾ മൗണ്ടിൻ്റെ കിഴക്ക് ഭാഗത്തുള്ള നഗരത്തിൻ്റെ കിഴക്കേ അതിർത്തിയിലുള്ള പീലാത്തോസിൻ്റെ കൊട്ടാരത്തിലേക്ക് യേശുവിനെ കൊണ്ടുചെല്ലുന്നു. 6 മണിക്കാണ് യേശുവിന് ശിക്ഷ വിധിച്ചുകൊണ്ട് പീലാത്തോസിൻ്റെ അടുത്തേക്ക് ഇവരയക്കുന്നത്, സാൻഹെദ്രിൻ സഭ ചേർന്ന് അയക്കുന്നത്. പീലാത്തോസ് യേശുവിൻ്റെ കുറ്റം എന്താണെന്നൊക്കെ കേട്ടു. പീലാത്തോസ് അവിടെ ഒരു നിഷ്പക്ഷനാകാനുള്ള ശ്രമം നടത്തി. അദ്ദേഹം പറഞ്ഞു, എനിക്കിതിനകത്തൊരു തീരുമാനം എടുക്കാൻ കഴിയുന്നില്ല, കാരണം യേശു ഗലീലിക്കാരനാണ്. പീലാത്തോസ് യൂദയ പ്രദേശത്തിൻ്റെ ഗവർണറാണ്. അത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, മലബാർ, കൊച്ചി, തിരുവിതാംകൂർ എന്ന് പറയുന്നത് പോലെ ഗലീലി വടക്കേ അതിരിൽ, സമരിയ മധ്യഭാഗത്ത്, തെക്ക് ഭാഗത്ത് യൂദയ, ഇങ്ങനെ 3 പ്രൊവിൻസുകളാണ് അക്കാലത്ത് ഇസ്രായേലിനുള്ളത്. അതിലെ യൂദയ പ്രദേശത്തിൻ്റെ ഗവർണറാണ് പീലാത്തോസ്. എന്നാൽ ഗലീലി പ്രദേശംകാരനാണ് യേശുവിൻ്റെ സ്വദേശം ഗലീലിയാണ്. അപ്പോൾ ഈ ഗലീലിക്കാരനായ യേശുവിനെ ശിക്ഷിക്കാൻ നല്ലത് ഹെറോദേസ് എന്ന ഗലീലിയുടെ ഭരണാധികാരിയാണ് എന്ന് പീലാത്തോസിന് മനസ്സിലായി. പീലാത്തോസ് തീരുമാനിച്ചു. കാരണം 2 കാര്യങ്ങൾ. ഒന്ന്, അയാളുടെ ഏരിയയിൽ കൈകടത്തി, അങ്ങേരുടെ ജൂറിസ്ഡിക്ഷനിൽ കൈകടത്തി എന്നൊരു തോന്നലും ഉണ്ടാവേണ്ട. മാത്രമല്ല, ഈ ഹെറോദേസും പീലാത്തോസുമായിട്ട് എന്തോ ഒരു ചെറിയ സൗന്ദര്യപ്പണക്കം ഉണ്ടായിരുന്നു. ആ പ്രശ്നം ഇതോടെ ആ സൗന്ദര്യപ്പണക്കം അങ്ങ് തീരുമല്ലോ, അങ്ങേർക്ക് ശിക്ഷിക്കാൻ അങ്ങ് വിട്ടുകൊടുത്തേക്കാമെന്ന് തീരുമാനിച്ചു. എന്ന് മാത്രമല്ല, ഇങ്ങനെ ഒരാളെ കൊന്നു എന്നതിൻ്റെ, അല്ലെങ്കിൽ ശിക്ഷ വിധിച്ചു എന്നതിൻ്റെ ഒരു അപരാധം തൻ്റെ തലയിൽ വരികയുമില്ല എന്നാണ് പീലാത്തോസ് വിചാരിച്ചത്. അതുകൊണ്ട് പീലാത്തോസ് പറഞ്ഞു, നിങ്ങളൊരു കാര്യം ചെയ്യുക, ഇയാൾ ഗലീലിക്കാരനല്ലേ, ഇയാളെ ഹെറോദേസിൻ്റെ അടുത്തേക്ക് കൊണ്ടുവരില്ലേ. അദ്ദേഹമാണെങ്കിൽ ഇപ്പോൾ ജെറുസലേമിലുണ്ട് താനും. അപ്പോൾ ഈ കയ്യാഫാസിൻ്റെ കൊട്ടാരത്തിൻ്റെ ഒക്കെ സമീപത്ത് തന്നെയാണ് ഹെറോദേസിൻ്റെ കൊട്ടാരമുള്ളത്. അതായത് പ്രഭുക്കന്മാരും സമ്പന്നരും ഒക്കെ താമസിക്കുന്ന ജെറുസലേം നഗരത്തിൻ്റെ ആ ഭാഗം. വീണ്ടും വന്ന വഴിയിലൂടെയൊക്കെ തിരികെ നടന്ന് 1 കിലോമീറ്റർ നടന്ന് ഹെറോദേസിൻ്റെ കൊട്ടാരത്തിലെത്തുന്നു. ഇതൊക്കെ, ഈ കാര്യങ്ങളെല്ലാം ധൃതിയിൽ, ഇതെല്ലാം വളരെ പെട്ടെന്ന് നടക്കുന്നുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്ന് തന്നെ ഈ ശിക്ഷ നടത്തണം. ഇപ്പോഴത്തേക്ക് നേരം വെളുത്തു വെള്ളിയാഴ്ചയായി. ശനിയാഴ്ച എന്ന് പറഞ്ഞാൽ സാബത്ത് ദിനമാണ്. അപ്പം സാബത്ത് ദിനത്തിൽ മനുഷ്യനെ ശിക്ഷിക്കാനോ കൊലപാതകം നടത്താനോ ഒന്നും പറ്റില്ല. അന്ന് ദൈവത്തിൻ്റെ ദിവസമാണ്. അപ്പോൾ അതുകൊണ്ട് ഈ വെള്ളിയാഴ്ച തന്നെ തീരുമാനമെല്ലാം ഉണ്ടാക്കണം. ഉടനെ തന്നെ ഇയാളെ ശിക്ഷിക്കണം, ഇയാളെ ഉടനെ തന്നെ കൊല്ലണം. ഇതാണ് ജനസഭയുടെയും ഈ പറഞ്ഞ ഗൂഢാലോചനക്കാരുടെയും ഒക്കെ ലക്ഷ്യം. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഒരാളുടെ അടുത്തുനിന്ന് അടുത്തടുത്തേക്ക് കൊണ്ടുപോവുകയാണ്. 6 മണിക്ക് പീലാത്തോസിൻ്റെ മുന്നിലെത്തിയ യേശുവിനെ അവിടുത്തെ തീരുമാനമൊക്കെ എടുത്ത് ഹെറോദേസിൻ്റെ അടുത്തേക്ക് അയച്ച് 6:45 ആയപ്പോഴേക്കും
ഹെറോദേസിൻ്റെ കൊട്ടാരത്തിൽ യേശുവിനെ ഹാജരാക്കി കഴിഞ്ഞു. 6:45 ഹെറോദേസ് അന്തിപ്പാസിൻ്റെ കൊട്ടാരത്തിലെത്തി. ഹെറോദേസ് അന്തിപ്പാസ് അദ്ദേഹമായിരുന്നു ഗലീലിയുടെ ഭരണാധികാരി. അപ്പോൾ അദ്ദേഹം യേശുവിനോട് ചില ചോദ്യങ്ങളൊക്കെ ചോദിച്ചു. യേശു അതിനൊന്നും മറുപടി പറഞ്ഞില്ല. അവിടെ കുറേ നേരം ചോദ്യങ്ങളൊക്കെ ചോദിച്ചു, ഒന്നും മറുപടി പറയാത്തതുകൊണ്ട് ഹെറോദേസ് ഇദ്ദേഹത്തെ വീണ്ടും തിരികെ പീലാത്തോസിൻ്റെ അടുത്തേക്ക് വന്ന വഴിയിലെ തന്നെ തിരിച്ചയച്ചു. ഈ പുരുഷാരം, ഈ ജനങ്ങളും പടയാളികളും എല്ലാം കൂടെ ചേർന്ന് ബന്ധനസ്ഥനായ യേശുവുമായി വീണ്ടും പീലാത്തോസിൻ്റെ കൊട്ടാരത്തിലേക്ക് എത്തി. അപ്പോഴത്തേക്കും നേരം 7:30 7:30 മുതൽ 8:30 വരെയുള്ള ഒരു സമയത്ത് പീലാത്തോസിൻ്റെ കൊട്ടാരത്തിലാണ് യേശു. യേശുവിൻ്റെ കുറ്റവിചാരണയുടെ അധ്യായത്തിൽ പറയുന്ന സംഭവങ്ങളൊക്കെ അരങ്ങേറിയത് പിന്നീട് പീലാത്തോസിൻ്റെ കൊട്ടാരത്തിൽ വെച്ചാണ്. പീലാത്തോസ് യേശുവിനെ പലതവണ ചോദ്യം ചെയ്യുന്നു. പീലാത്തോസിൻ്റെ ഭാര്യ ഒരു ഉപദേശം നൽകുന്നു. വെള്ളമെടുത്ത് ഈ മനുഷ്യൻ്റെ രക്തത്തിൽ എനിക്ക് പങ്കില്ല എന്ന് പറഞ്ഞ് പീലാത്തോസ് കൈ കഴുകി മാറുന്നു. ഇതൊക്കെ സംഭവിക്കുന്നത് ഈ അടുത്ത ഒരു മണിക്കൂർ കൊണ്ടാണ്. 8:30 മണിക്ക് മുമ്പ് ഇതെല്ലാം കഴിയുന്നു. പീലാത്തോസ് കൈയൊഴിയുന്നു. പീലാത്തോസ് ഇദ്ദേഹം തെറ്റ് ചെയ്തു എന്ന് നിങ്ങൾ പറയുന്നു. നിങ്ങളിലൊരാളാണ് ഈ ഇദ്ദേഹം. ഞാനൊരു റോമൻ ഗവർണറാണ്. നിങ്ങളുടെ ആൾ തെറ്റ് ചെയ്തു എന്ന് നിങ്ങൾ തന്നെ പറയുന്നു. നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ ചെയ്തോളൂ, ശിക്ഷിച്ചോളൂ എന്ന് പറഞ്ഞ് യേശുവിനെ ഇവർക്ക് വിട്ടുകൊടുക്കുന്നു. അങ്ങനെ യഹൂദന്മാരും പടയാളികളും ചേർന്ന് 8:30 ചാട്ടവാറടിയും മുൾക്കിരീടം ചുമത്തലും എല്ലാം കഴിഞ്ഞ് ഒരു ഭീമാകാരൻ കുരിശും ചോപ്പിച്ചുകൊണ്ട് ഗാഗുൽത്ത മലയിലേക്ക് നയിക്കുകയാണ് യേശുവിനെ. ഈ പീലാത്തോസിൻ്റെ കൊട്ടാരത്തിൽ നിന്ന് ഗാഗുൽത്ത എന്നറിയപ്പെടുന്ന മലയിലേക്ക് കഷ്ടിച്ച് ഒരു 3/4 കിലോമീറ്ററോ മറ്റോ ഉള്ളൂ. ഇന്നിപ്പോൾ നമ്മൾ സഞ്ചരിക്കുമ്പോൾ ഒരു 3/4 കിലോമീറ്റർ നടക്കാനുള്ള ദൂരമേ ഉള്ളൂ. അന്ന് ചിലപ്പോൾ നഗരത്തിൻ്റെ പല ഭാഗത്തൂടെ വളഞ്ഞു പോയിട്ടുണ്ടാവാം. എങ്കിലും കൂടിപ്പോയാൽ 1 കിലോമീറ്റർ നടക്കേണ്ട ദൂരമേ ഉള്ളൂ. അപ്പോൾ അതും ഒരു മലയൊന്നുമല്ല ഗാഗുൽത്ത എന്ന് പറയുന്നത്. അപ്പോൾ അതിലെ ഈ ഒരു 1/4 കിലോമീറ്റർ നടക്കുന്ന ദൂരമാണ് പീലാത്തോസിൻ്റെ കൊട്ടാരത്തിൽ നിന്ന് ഗാഗുൽത്ത വരെയുള്ള കുരിശിൻ്റെ വഴി എന്ന് പറയുന്നത്. അപ്പോൾ ആ വഴിയിലൂടെയാണ് പിന്നെ നമ്മൾ സഞ്ചരിക്കുന്നത്. ആദ്യം നമ്മൾ ചെല്ലുന്നത് പീലാത്തോസിൻ്റെ കൊട്ടാരത്തിലേക്ക് തന്നെയാണ്. ആ കൊട്ടാരം നിന്നിടം ഇന്ന് ഒരു ദേവാലയമാണ്. എന്നാൽ ആ കൊട്ടാരത്തിൻ്റെ അവശേഷിപ്പുകൾ ഇന്നും അവിടെ സംരക്ഷിച്ചിട്ടുണ്ട്. അതിൻ്റെയൊക്കെ ചരിത്രം അവിടെ രേഖപ്പെടുത്തി വച്ചിരിക്കുന്നു. പീലാത്തോസ് എന്ന ഭരണാധികാരി ഉണ്ടായിരുന്നുവെന്നും റോമൻ ഭരണത്തിൻ്റെ കീഴിൽ ഗവർണറായി അദ്ദേഹം ഇവിടെ ഭരിച്ചിരുന്നു എന്നും ഒക്കെ ചരിത്രത്തിൻ്റെ ഭാഗം തന്നെയാണ്.